കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പൂയ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടത്, ഈ പൂയ നക്ഷത്രക്കാർക്ക് ആദ്യം ശനിയിലാണ് അവരുടെ ജനനം. പൂയ നക്ഷത്രക്കാര് ഏതാണ്ട് ശനി ദശയിലാണ് അവരുടെ ജനനം. പരമാവധി 19 വയസ്സ് വരെയാണ്. പൂയം ആദ്യപാദത്തിലാണെങ്കിൽ ജനനമെങ്കിൽ ഏതാണ്ട് പരമാവധി 19 വയസ്സ് വരെ അവർക്ക് ആദ്യപാദത്തിൽ ജനിച്ചവർക്ക് ശനി ദശ അനുഭവിക്കേണ്ടി വരും. പാദം 2-ാം പാദം 3-ാം പാദം 4-ാം പാദം പോകുന്നതനുസരിച്ച് ആ ഒരു പ്രായത്തിന്റെ ശിഷ്ടദശയുടെ അളവ് കുറഞ്ഞു വരും. ഇപ്പോൾ 4-ാം ദിശയിലാണ് എങ്കിൽ പൂയ നക്ഷത്രത്തെങ്കിൽ ചിലപ്പോൾ ആ ഒരു ദശ 19 വർഷം ഉണ്ടാവില്ല, 16 17 ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞു വരാം. എന്നാലും ഈ സമയത്ത് പൂയ നക്ഷത്രക്കാരുടെ ഈ ജനനം ശനിയിലായതുകൊണ്ട് ആ സമയത്ത് മാതാപിതാക്കൾക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഇവരെ കൊണ്ട് അനുഭവിക്കേണ്ടതായിട്ട് വരാം. കുടുംബത്തിൽ അശാന്തി ഉണ്ടാകാം. ശിശുവിന് ബാലപീഡയുണ്ടാകുന്ന കാലമാണ് ഈ ജനന സമയം. ശിശുവിന് പല ബാലപീഡയും അനുഭവിക്കേണ്ടതായിട്ട് വരാം. ജ്ഞാതവും അജ്ഞാതവുമായ പല കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുകയും രോഗങ്ങൾ വന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന ഒരു കാലയളവ്. പരമാവധി 19 വയസ്സ് വരെയുള്ള കാലയളവ്. ശനി ഒരു പാപഗ്രഹമായതിനാൽ പഠനത്തിൽ താല്പര്യമില്ലാതാവുക. കാരണം 19 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുട്ടിയുടെ 1-ാം ക്ലാസ് LKG തൊട്ട് ഏതാണ്ട് +2 വരെയുള്ള +1 +2 വരെ ഡിഗ്രിക്ക് പോകുന്ന പ്രായം വരെയുള്ള പഠനം കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് പഠനത്തിൽ പൂർണ്ണമായിട്ടും അലസത ഉണ്ടാവാം. പൂർണ്ണമായിട്ട് താല്പര്യമില്ലായ്മ, അലസത, ശ്രദ്ധക്കുറവ്, ഉറക്കം, ഇങ്ങനെയുള്ള മടി, ഇങ്ങനെയുള്ള തർക്കബുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സംഭവിക്കുന്നു. ശനിയുടെ ദോഷം കൊണ്ടാണ് ഇത് സംഭവിക്കുക. ചീത്ത കൂട്ടുകെട്ടിൽപ്പെടുക, കൂട്ടുകെട്ടിൽപ്പെട്ട് ഇവരുടെ സ്വഭാവങ്ങൾക്ക് വൈകൃതം ഉണ്ടാവുക, വളർത്തുമൃഗങ്ങളോട് ഇഷ്ടം ഉണ്ടാവുക, പഠിക്കാനും മറ്റു കാര്യം വളർത്തുമൃഗങ്ങളോട് ഇഷ്ടം കൂടുക, പ്രായം കൂടിയവരുമായിട്ട് സംസർഗം ചെയ്യുക. 10 വയസ്സുള്ള കുട്ടി ചിലപ്പോൾ 20 വയസ്സുള്ളവരോ 25-30 വയസ്സുള്ളവരോ ഒക്കെ ആയിട്ടായിരിക്കും ഇവർ കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക. ദോഷകാഠിന്യം കുറയ്ക്കാനായിട്ട് ചില പ്രായശ്ചിത്ത കർമ്മങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് കുട്ടികളെ നശിക്കാൻ വിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ദോഷ കാഠിന്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാർ ചില പ്രായശ്ചിത്തങ്ങൾ പറയുന്നുണ്ട്. പൂയ നക്ഷത്രത്തിലെ ശനിയിലാണ്, അത് പുത്രട്ടാതിയും അതുപോലെയൊക്കെ തന്നെയാണ് അവസാനം വരുന്നത്. അപ്പൊ പൂയ നക്ഷത്രത്തിൽ പെട്ടവർക്ക് പ്രായശ്ചിത്ത കർമ്മങ്ങളായിട്ട് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശനിയാഴ്ച വ്രതം. കുട്ടികൾ ശനിയാഴ്ച വ്രതമൊന്നും എടുക്കുമെന്നില്ല. 1 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 2 വയസ്സുള്ള കുട്ടി ശനിയാഴ്ച വ്രതമൊന്നും എടുക്കില്ല. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാപിതാക്കളാണ് അവിടെ എന്ത് അനുഭവിക്കുന്നത്, ക്ലേശം അനുഭവിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കള് അവിടെ എന്ത് ചെയ്യണം, വ്രതം അനുഷ്ഠിക്കണം. ശനിയാഴ്ച ഉപവാസമോ അല്ലെങ്കിൽ വ്രതമോ മത്സ്യമാംസാദികളൊക്കെ വർജിച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സൽചിന്തകളൊക്കെ ആയിട്ട് കുഞ്ഞിനെയും കൂടെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ഭാഗവത്താക്കിക്കൊണ്ട് മാതാപിതാക്കൾ ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുക. ശനിയാഴ്ച മൗനാചരണം. സൂര്യ അസ്തമനത്തിന് ശേഷം, ശനിയാഴ്ച ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നിങ്ങൾ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് അത്താഴമൊക്കെ ഉപേക്ഷിച്ച് മൗനം ആചരിക്കുക. വളരെ വിശേഷപ്പെട്ടതാണ് ശനിദോഷം മാറാനായിട്ട് മൗനം ആചരിക്കുക. ശാസ്താഭജനം നടത്തുക. ശാസ്താവിനെ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട്, അച്ഛനും അമ്മയും മാതാപിതാക്കൾ കുഞ്ഞിനെയും കൊണ്ടുപോയിട്ട് ശാസ്താവിനെ തൊഴുക. ശനി പൂജ ചെയ്യുക, ശാസ്താ പൂജ ചെയ്യുക, ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക. ഇനി ഇപ്പൊ ശാസ്താവിനെ ദർശിക്കാനായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ രാവിലെ തന്നെ കുട്ടിയെ കുളിപ്പിച്ച് നിങ്ങൾ അച്ഛനമ്മമാരും മാതാപിതാക്കളും നിങ്ങൾ പ്രഭാത സ്നാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നെയ്വിളക്കൊക്കെ കൊളുത്തി എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തി ശാസ്താഭജനം നടത്തുക. അരയാൽ പ്രദക്ഷിണം നടത്തുക. അമ്പലം അടച്ചിട്ടാലും അരയാൽ ഉണ്ടാവൂലോ അമ്പലമുറ്റത്ത്. അരയാലിന് പ്രദക്ഷിണം 7 പ്രദക്ഷിണം, 21 പ്രദക്ഷിണം, 36 പ്രദക്ഷിണം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പ്രദക്ഷിണം നടത്തുക. എള്ളുതിരി കത്തിക്കുക. നീല ശംഖുപുഷ്പം കൊണ്ട് മാല കെട്ടി ഭഗവാന് സമർപ്പിക്കുക. നീല പുഷ്പങ്ങൾ പറിച്ച്, ശംഖുപുഷ്പം പറിച്ച് അമ്പലത്തിൽ ഭഗവാന് ശനീശ്വരന് സമർപ്പിക്കുക. അഗതികൾക്ക്, ആരുമില്ലാത്ത പാവങ്ങൾക്ക് അഗതികളെ പരിചരിക്കുക. മരുന്ന്, വസ്ത്രം, ആഹാരം ഇവയൊക്കെ വാങ്ങിക്കൊടുക്കുക അഗതികൾക്ക്. ഇവയൊക്കെ നൽകുന്നതോടൊപ്പം തന്നെ പാപഗ്രഹമായ ശനിയുടെ ദശ പൂയനാളുകാർക്ക് കൗമാരകാലം വരെ തുടരുമെന്നതിനാൽ ഈ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ശനിയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ നോക്കുക. ഒപ്പം തന്നെ ഈ ഘട്ടത്തിൽ, ഈ പറയുന്ന ശനിയുടെ ഈ ഘട്ടത്തിൽ പൂയ നക്ഷത്രക്കാർക്ക് ശരിയായ ഒരു ഉപദേശം നൽകാനും പ്രശ്നങ്ങളെയൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറഞ്ഞു മനസ്സിലാക്കി അതിൽ നിന്ന് അവരെ പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന് നല്ലൊരു വഴിയിലേക്ക്, നേർവഴിയിലേക്ക് നയിക്കാൻ ഈശ്വരീയമായ കാര്യങ്ങൾ കൊണ്ടും നമ്മളുടെ പ്രവർത്തനങ്ങളും നമ്മളുടെ ചിന്തകളും
കൊണ്ടും മാതാപിതാക്കളുടെ ഇടപെടലുകൾ കൊണ്ടും ഗുരുക്കന്മാരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് അവരെ ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കൈപിടിച്ചുയർത്തി നല്ല ഒരു ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ട് അവരെ നല്ലൊരു വഴിയിലേക്ക് എത്തിക്കാൻ നോക്കുക. അല്ലാതെ അയ്യോ അവൻ നശിച്ചുപോയി, അവന് ശരിയായില്ല, ശനി ബാധിച്ച പോലെ അവൻ്റെ ജീവിതം പോയി എന്ന് പറഞ്ഞ് ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടോ അവൻ്റെ ദുഷ്കർമ്മങ്ങൾക്ക് അടിമയാവാൻ സമ്മതിക്കാതെ സമയദോഷം ശനിദോഷം കൊണ്ട് അവനെ നശിക്കാൻ വിടാതെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അച്ഛനമ്മമാരും ഒക്കെ ഇടപെട്ട് അവനെ നല്ലൊരു രീതിയിലേക്ക് നയിക്കാൻ നോക്കുക. ശനിയുടെ ദോഷങ്ങൾ മാറാനുള്ള പരിഹാരങ്ങൾ ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ അച്ഛനമ്മമാർ കൂടിച്ചേർന്നത് ചെയ്തു കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് നല്ല ബുദ്ധിയും ബോധവും വന്നോളും. കുറച്ച് നല്ല ആ ഒരു ചിന്തകൾ വരാൻ തുടങ്ങും, സൽപ്രവൃത്തികളും സൽചിന്തകളും വരാൻ തുടങ്ങും. അതുപോലെ നോക്കി ശ്രദ്ധിച്ച് നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരിക.